കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദീപ്തിയുടെ ഭാഗത്തു നിന്ന് വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ദീപ്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ അമ്മയുണ്ടെങ്കിൽ ആശുപത്രിയിലാണെന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടെങ്കിൽ സമയത്ത് എന്ത് പറ്റി, എന്തുവാണ് സംഭവം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ രീതിയിൽ വയസ്സാകുമ്പോഴത്തേക്ക് ഓരോരോ പ്രശ്നങ്ങൾ എല്ലാവർക്കും വരുന്നതാണ്. ഇത് നമുക്ക് ബി പി കുറവ് അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ദീപ്തിയുടെ അമ്മയ്ക്കും ഇപ്പോൾ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പറയുന്നുണ്ടായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതോടെ തന്നെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ദീപ്തി പറയുന്നുണ്ട്. ഈ വീഡിയോ വെളിയിൽ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇത് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ഒരുപാടുണ്ടെങ്കിൽ മോശമുള്ള രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എന്തായിരുന്നാലും അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ദീപ്തി ഒന്നും പ്രതികരിച്ചൊന്നും കണ്ടിട്ടില്ല. എന്തായിരുന്നാലും തൻ്റെ അമ്മയ്ക്ക് ഇതേകണക്ക് പ്രശ്നം വന്ന ആശുപത്രിയിലാണ്, താനൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ അതോടെ തന്നെ തൻ്റെ അമ്മ തൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് തനിക്ക് എന്തെങ്കിലും പറ്റി പോകുമെന്നുള്ള പേടി തൻ്റെ അമ്മയ്ക്കുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് ചെറുതായിട്ടൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ സോഡിയൊക്കെ നല്ലോണം കുറഞ്ഞെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ സോഡിയം കുറഞ്ഞ അതോടെ തന്നെ പ്രഷറും കുറഞ്ഞിരിക്കുന്ന സമയത്ത് സോഡിയം ഉണ്ടെങ്കിൽ ലിക്വിഡായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. നേരത്തേക്കാട്ടിയും ഭയങ്കരമായിട്ട് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ശരി, അമ്മയ്ക്കൊരു കുഴപ്പം ഇല്ല, എന്തായാലും എല്ലാവരും പ്രാർത്ഥന വേണമെന്നുള്ള രീതിയിലായിരുന്നു ദീപ്തി ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.